ഈ നാടിന് ഇടതുപക്ഷത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ചില മുതൽക്കൂട്ടുകളുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയരുത് കേരളം എന്ന് കേരളം തീരുമാനിക്കാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും ഈ ഇലക്ഷൻ. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലേക്ക് കടക്കുകയാണ് നാട്. നമ്മളോടൊപ്പം ഡോക്ടർ പി സരിനുണ്ട്. UDF-കാർ ഇപ്പോ സരിന് ഒരു പ്രധാന കേന്ദ്ര കഥാപാത്രമായിരിക്കും. LDF-കാർക്ക് സരിന് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടത്തോടു കൂടിയാണ്. മത്സരരംഗത്തേക്ക് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. മത്സരരംഗത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഇനി വരട്ടെ. ഈ LDF-ന്റെ സാധ്യതകൾ ഇവിടെ, അതുപോലെ തന്നെ ഈ പാലക്കാട്, ഈ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ LDF-ന്റെ വിജയ സാധ്യത സരിന്റെ ഒരു ഈ ഇലക്ഷൻ കേരളം ഇടതോരം ചേർന്നല്ലാതെ മറ്റൊരു ഓരം ചേർന്ന് നടക്കില്ല. നോക്കൂ, ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി പട്ടിക റെഡി എന്നും പറഞ്ഞ് നടന്നൊക്കെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അതിലെ UDF-ന്റെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സുകാരെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കണ്ണൂരിലെ ഒരാള് ഒരു തരത്തിൽ കലാപം ഉണ്ടാക്കുന്നു, തിരുവനന്തപുരത്ത് ആളുകൾ കൂട്ടം ചേർന്ന് കലാപം ഉണ്ടാക്കുന്നു, തൃശ്ശൂരിൽ വേറൊരവസ്ഥ. ഇടതുപക്ഷത്തെ പറ്റിയാണെങ്കിലോ 4 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനം കഴിഞ്ഞ് ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ബിനോയ് വിശ്വം സഖാവ് ഇവിടെ കസേരയിൽ ഇരുന്നു. 25 CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPI-യുടെ ബിനോയ് വിശ്വം കോമ്രേഡ് ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും സഖാവ് MV ഗോവിന്ദൻ മാഷ് കസേരയിൽ ഇരുന്ന് ചിഹ്നത്തിൽ മത്സരിക്കുന്ന 75 LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊതു സ്വതന്ത്രരായി മത്സരിക്കുന്ന 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 86 സീറ്റിലാണ് CPM സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കുക. അതിൽ ഇനി 5 പേരെ കൂടിയാണ് തീരുമാനിക്കാനുള്ളത്. അതായത് 108 പേര് ഞങ്ങളുടെ കളത്തിലിറങ്ങി. ഇനി ഇതാ 12 പേരെ കൂടി മാണി കോൺഗ്രസ് ഇപ്പൊ പ്രഖ്യാപിക്കും. 120 പേര് 140 കളത്തിലിറങ്ങി. മറ്റു സ്ഥാനാർത്ഥികൾ മണിക്കൂറുകൾക്കുള്ളിൽ വരും. നാളെ ഉച്ചയോടുകൂടി 140 പേരും ഉണ്ടാകും. ജനങ്ങളുടെ മുന്നിലേക്ക് 140 പേർക്ക് പറയാനുള്ളത് ഒരേ കാര്യം. UDF-ലെ 140 പേരും പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളല്ല. ആകെ 25 ദിവസമേ ഉള്ളൂ ഇലക്ഷൻ. പെരുന്നാള് വരെയുള്ള ദിവസങ്ങളായിട്ടുള്ള 6 ദിവസങ്ങൾ അതിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടും നോമ്പിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ആളുകൾ അതിന്റെ ഒരു ഉത്സവ മൂഡിലായിരിക്കും. അതും കൂടി കീഴ്ച്ചു കഴിഞ്ഞാൽ കഷ്ടി 15 ദിവസമാണ് ഇലക്ഷന് ഒരുങ്ങാൻ നമുക്ക് കിട്ടുന്നത്. ഏപ്രിൽ 9 ബൂത്തിലേക്ക് പോകുന്നതിന്റെ 2 ദിവസം മുന്നേ ഏപ്രിൽ 7 പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കാൻ പോകുന്നത് 140 LDF സ്ഥാനാർത്ഥികൾ മാത്രമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അത്രമാത്രം ഉറപ്പ് നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. സരിന്റെ കാര്യം കൂടി കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഇടതുപക്ഷത്തിന് അങ്ങനെ വ്യക്തിപരതയിൽ ഊന്നി നിന്നുള്ള ചിന്തകളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിതമല്ല, വിഷയാധിഷ്ഠിതവും ആശയാധിഷ്ഠിതവുമാണ്. ഇതിനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. അതിൽ ഒരു മുഖമല്ല പ്രസക്തം. ഞങ്ങൾക്ക് 140 മുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഞങ്ങൾ ഏകദേശം കേരളത്തിലെ പ്രവർത്തകര്, മെമ്പർമാരെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു, പ്രവർത്തകരൊരു 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ പ്രവർത്തകര് സജീവമായി ഇടപെട്ട് ഒരു 90 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങുന്ന ഒരു ഇലക്ഷനാണിത്. അതില് 100-ലേറെ സീറ്റ്, 110 എന്ന് ഞങ്ങളുടെ ക്യാപ്റ്റൻ, ഞങ്ങളുടെ CM പറഞ്ഞിട്ടുണ്ട്. അത് മുന്നണി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ 110 സീറ്റിന്റെ ആത്മവിശ്വാസം എന്താണ് എന്ന് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി തെരുവിലിറങ്ങി. അവർ മുൻപത്തെ MLA-മാരാണ്, മുൻപ് മത്സരിച്ചവരാണ്, പൊതുജനങ്ങൾക്കിടയിൽ അത്രയും സ്വീകാര്യരായവരാണ്. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ UDF ഒരു റൗണ്ട് സ്ഥാനാർത്ഥി പര്യടനം നടത്തി സ്ഥാനാർത്ഥിനെ ഒന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുമ്പോഴേക്കും ഇലക്ഷൻ ആവും. എന്നിട്ടാണ് അവർ ഈ പറയുന്ന 100-ന്റെ ആത്മവിശ്വാസം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതൊക്കെ. ഒരു കാര്യം പൊതുസമൂഹം ചോദിച്ചോട്ടെ, എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ളതല്ലേ. പി സരിൻ കൂടി ഈ മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചാൽ അവരെ LDF-കാരായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹം ആയിക്കോട്ടെ, ഈ ഒരുപാട് ഡോക്ടർ സരിനെ പരിഹസിച്ച ആളുകളായിക്കോട്ടെ, സരിൻ മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഡോക്ടർ സരിൻ എന്തെങ്കിലും ആഗ്രഹം ആളുകൾക്ക് ആവാം. അതില് ഞാൻ പറഞ്ഞില്ലേ, അത് പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് വരെയുള്ളൂ ആഗ്രഹത്തിന് ഞങ്ങളുടെ അവിടെ ആയുസ്. അതിനപ്പുറത്തേക്കൊന്നും അയ്യോ ആള് തന്നെ മത്സരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ചിന്തയില്ല. എവിടെയും അത്തരത്തിലുള്ള ഒരു എന്താ പറയാ നമ്മുടേതായിട്ടുള്ള സങ്കുചിത ചിന്താഗതി നമുക്കില്ല. വിശാലമായ മനുഷ്യസ്നേഹമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ. അതിൽ മുഖങ്ങളല്ല പ്രസക്തം. ഞങ്ങൾ ആര് മത്സരിച്ചാലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം ഒന്ന് തന്നെയാണ്. ഈ നോമ്പുതുറയും അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഇപ്പൊ DYFയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഈ നോമ്പുതുറ നടക്കുന്ന സമയത്ത് ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ഭേദം ഇല്ലാതെ മനുഷ്യരെ ക്ഷണിക്കുകയാണ്. ഇത് DYFയ്ക്ക് ചെയ്യാൻ പറ്റൂ. ഈ നാടിന് ഇടതുപക്ഷത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ചില മുതൽക്കൂട്ടുകളുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയരുത് കേരളം എന്ന് കേരളം തീരുമാനിക്കാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും ഈ ഇലക്ഷൻ. പാലക്കാട്
രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും പാലക്കാട് ഒരുപക്ഷെ സ്വതന്ത്രനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലുമാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ UDF-ന് ഇനി പാലക്കാട് സാധ്യതയുണ്ടോ? അല്ല, UDF-ന്റെ സാധ്യതകൾ പാലക്കാട് അവസാനിച്ചു എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും മറ്റ് സ്വതന്ത്ര സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു സീറ്റ് മാത്രം വൈകിപ്പിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ്. 2 ദിവസത്തിനുള്ളിൽ ആരാണ് അവിടെ കളത്തിൽ ഇറങ്ങുന്നതെന്ന് നോക്കിക്കൊണ്ട് ആ ഇറങ്ങുന്ന ആളെയും, ഇപ്പൊ BJP ഇത് അപ്പൊ ജയിക്കാൻ പോണു, അല്ലെങ്കിൽ BJP ജയിപ്പിക്കാൻ പോകുന്ന യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്, അവരുടെ സ്ഥാനാർത്ഥി നിർണയം വീക്കാക്കി മാറ്റിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് 2 കൂട്ടരെയും അവിടെ തോൽപ്പിച്ച് ജയിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഏതായാലും വിജയപ്രതീക്ഷ എല്ലാവരുടെയും ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ. സന്തോഷം. എല്ലാവർക്കും ഈദ് മുബാറക് ഇൻ അഡ്വാൻസ്. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.